ഫർമാസ് കോപ്പറേറ്റീവ് സ്റ്റഡീസിൻ്റെ 25ാമത് അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നും കൂടെ ഓർക്കുക, അതാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത. ഇതുവരെ ആദ്യം മുതൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറയും. ആ കൂട്ടത്തിൽ തന്നെ പരീക്ഷാ ബോർഡിൻ്റെ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളും ഉണ്ടാവും. സാധാരണ ചോദിച്ചിട്ടുള്ളതിനും ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ചോദ്യങ്ങൾ, വൺ വേർഡ് ക്വസ്റ്റ്യൻസ്, ആ ചോദ്യവും അതിൻ്റെ ഉത്തരവും കൂടെ പറഞ്ഞു പോകും. അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ കേൾക്കേണ്ടതാണ്. ആദ്യമായിട്ട് നമ്മൾ പഠിച്ചത് ബേസിക്സ് ആണ്, അക്കൗണ്ടിങ് ബേസിക്സ്. ആ ബേസിക്സിനകത്ത് നമ്മൾ ആദ്യം തന്നെ പഠിച്ചു ഈ അക്കൗണ്ടൻസിയുടെ തുടക്കം എവിടെ നിന്നാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഫാദർ ഓഫ് അക്കൗണ്ടിങ്, അക്കൗണ്ടിങ്ങിൻ്റെ പിതാവെന്ന് വിശേഷിപ്പിക്കുന്ന ആരെയാണ്? അതൊരു ചോദ്യമായിട്ട് വരുന്നതാണ്. ഇപ്പം ലൂക്കാ പാഷ്യോള, ഫാദർ ഓഫ് അക്കൗണ്ടിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൂക്കാ പാഷ്യോള. അതുപോലെ അത് കഴിഞ്ഞ് ബുക്ക് കീപ്പിംഗ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ബുക്ക് കീപ്പിംഗ് ഈസ് ദ ആർട്ട് ആസ് വെൽ ആസ് സയൻസ് ഓഫ് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ എ സെറ്റ് ഓഫ് ബുക്സ്. ഒരു കൂട്ടം ബുക്കുകളിൽ ഓരോ ദിവസവും നടക്കുന്ന ഇടപാടുകൾ ആ ക്രമത്തിൽ എഴുതുന്ന ഒരു കലയാണ്, അല്ലെങ്കിൽ ഒരു ശാസ്ത്രമാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ബുക്ക് കീപ്പിംഗ് ആരംഭിക്കുന്നിടത്ത് അതിൽ നിന്നും ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ റെക്കോർഡിംഗ് ഫേസ് എന്നാണ് നമ്മൾ പഠിച്ചത്. റെക്കോർഡിംഗ് ഫേസ് ഓഫ് എ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇടപാടിനെ എഴുതുന്ന ഒരു ഭാഗമാണ് ബുക്ക് കീപ്പിംഗ്, റെക്കോർഡിംഗ് ഫേസ്. അപ്പം അങ്ങനെയും ചോദ്യം ചോദിക്കാം. റെക്കോർഡിംഗ് ഫേസ് ഓഫ് എ ട്രാൻസാക്ഷൻ, ബുക്ക് കീപ്പിംഗ്. അല്ലെങ്കിൽ ബുക്ക് കീപ്പിംഗ് ഈസ് ദ റെക്കോർഡിംഗ് ഫേസ് എന്ന് വേണേൽ പറയാം. ബുക്ക് കീപ്പിംഗിൽ നിന്നാണ് അക്കൗണ്ടിങ്. ബുക്ക് കീപ്പിംഗ് കഴിഞ്ഞാൽ അക്കൗണ്ടിങ് ആയി. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മറൈസിങ് ഫേസ്. അത് അക്കൗണ്ടിങ് ഈ ഡേറ്റയെ കൂടുതൽ വിശകലനം ചെയ്യുന്ന, അത് ക്ലാസിഫൈങ്, സമ്മറൈസിങ്, അനലൈസിങ്, ഇതെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. കൂടുതൽ വിസ്തരിച്ച് ആ ഇടപാടിനെ പറ്റി നമ്മൾ രേഖപ്പെടുത്തുന്നത് അക്കൗണ്ടിങ്ങിലാണ്. ഈ അക്കൗണ്ടിങ് കഴിഞ്ഞിട്ടാണ് അവിടെ നിന്നാണ് നമ്മൾ ഓഡിറ്റിങ്, നമ്മൾ പഠിച്ചിട്ടുള്ള ഓഡിറ്റിങ് ആരംഭിക്കുന്നത്. അപ്പോൾ വേർ ബുക്ക് കീപ്പിംഗ് എൻഡ്സ് അക്കൗണ്ടിങ് ബിഗിൻസ്, വേർ അക്കൗണ്ടിങ് എൻഡ്സ് ഓഡിറ്റിംഗ് ബിഗിൻസ്. ഇപ്പം ഇതിൽ നിന്ന് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. വെൻ ബുക്ക് കീപ്പിംഗ് എൻഡ്സ് ഡാഷ് ബിഗിൻസ്, അക്കൗണ്ടിങ് ബിഗിൻസ്. അല്ലെങ്കിൽ നമ്മൾ ചോദിക്കാം വേർ അക്കൗണ്ടിങ് എൻഡ്സ് ഓഡിറ്റിംഗ് ബിഗിൻസ്. ഇനി അത് കഴിഞ്ഞ് നമ്മൾ ബുക്ക് കീപ്പിംഗ് നടത്തുന്നത്, ബുക്ക് കീപ്പിംഗ് ഈസ് ഡൺ ബൈ ബുക്ക് കീപ്പർ, അക്കൗണ്ടിംഗ് വർക്ക് ഈസ് carried out by professionals. പിന്നെ നമ്മൾ കുറേ ടേംസ് ആണ് പഠിച്ചത്. ടേംസിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് പഠിച്ചത് ട്രാൻസാക്ഷൻസ് ആണ്. ട്രാൻസാക്ഷൻസ്, ഇടപാടുകൾ. ഇടപാടുകളെ നമ്മൾ മൂന്നായിട്ട് തരംതിരിച്ചിരുന്നു: ക്യാഷ്, ക്രെഡിറ്റ്, ബാർട്ടർ. Transactions are broadly divided into three: cash, credits, barter. അതിൽ ക്യാഷ് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് റെസിപ്റ്റ് ഓർ പേയ്മെന്റ് ഓഫ് ക്യാഷ്, ഉടൻ തന്നെ ക്യാഷിന്റെ വരവോ അല്ലെങ്കിൽ ചെലവോ ഉടൻ തന്നെ നടക്കുന്നതാണ് ക്യാഷ് ഇടപാടെന്ന് പറയും. ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ പേയ്മെന്റ് ഓഫ് ക്യാഷ് ഈസ് പോസ്റ്റ്പോൺ ടു സം അതർ ഡേറ്റ്. പിന്നെ വേറൊരു ദിവസത്തേക്ക് പേയ്മെന്റ് മാറ്റിവെക്കുന്നതാണ്, അല്ലെങ്കിൽ ക്യാഷിന്റെ ഇടപാട് മാറ്റിവെക്കുന്നതാണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയും. ബാർട്ടർ ട്രാൻസാക്ഷൻ ഇന്നില്ലാത്ത ട്രാൻസാക്ഷൻ ആണ് നേരത്തെ ഉണ്ടായിരുന്നത്. അതായത് ഗുഡ്സ് ആർ എക്സ്ചേഞ്ച്ഡ് ഫോർ ഗുഡ്സ്, സാധനങ്ങൾക്ക് വേണ്ടി കൈമാറുന്ന ഒരു രീതി പണ്ട് കാലത്തുണ്ട്. അതാണ് ബാർട്ടർ ട്രാൻസാക്ഷൻ. അത് കഴിഞ്ഞ് നമ്മൾ
അസറ്റ്സിനെ പറ്റിയാണ് പഠിച്ചത്. അസറ്റ്സ് എന്ന് പറഞ്ഞാൽ തിങ്സ് ഓഫ് വാല്യൂ ഓൺഡ്, ഒരു ബിസിനസ്സിന് സ്വന്തമായിട്ടുള്ള ആസ്തികൾ. അസറ്റ്സ് ഫിക്സഡ് അസറ്റ്സ് ഉണ്ട്, കറണ്ട് അസറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ടാഞ്ചിബിൾ, ഇൻടാഞ്ചിബിൾ, വേസ്റ്റിംഗ് അസറ്റ്സ്, ഫിക്റ്റീഷ്യസ് അസറ്റ്സ്, അങ്ങനെ അസറ്റ്സിനെ പല ഡിവിഷൻസ് നമ്മൾ അതിനകത്ത് കണ്ടായിരുന്നു. അപ്പം അതിൽ നിന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ഷേപ്പോ അല്ലെങ്കിൽ ഒരു നിലനിൽപ്പോ ഇല്ലാത്ത ആസ്തികളെയാണ് നമ്മൾ ടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുക. അപ്പോൾ അസറ്റ്സ് വിച്ച് ആർ നോട്ട് ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് ഫിസിക്കൽ എക്സിസ്റ്റൻസ്, അതാണ് ടാഞ്ചിബിൾ അസറ്റ്സ്. ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ നൈദർ വിസിബിൾ നോർ ടച്ചബിൾ, നമുക്ക് കാണാനോ തൊടാനോ സാധിക്കാത്ത ആസ്തികളെയാണ് നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുക. അതുപോലെ വേസ്റ്റിംഗ് അസറ്റ്സ്. വേസ്റ്റിംഗ് അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് gets exhausted to the extent of extractions. നമ്മൾ ഖനനം ചെയ്ത് എടുക്കും തോറും ആ ആസ്തികൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, അതാണ് വേസ്റ്റിംഗ് അസറ്റ്സ് എന്ന് പറയുക. പിന്നെ ഫിക്റ്റീഷ്യസ് അസറ്റ്സ്. ഫിക്റ്റീഷ്യസ് എന്ന് പറഞ്ഞാൽ നോ റിയൽ വാല്യൂ ബട്ട് അപ്പിയർ ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അതിനൊരു യഥാർത്ഥത്തിൽ അതിന് വാല്യൂ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ കണക്ക് ബുക്കുകൾ കാണും. നമ്മൾ ഫിക്റ്റീഷ്യസ് അസറ്റ്സ്, അത് ഈ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ റൈറ്റ് ഓഫ് ചെയ്യാത്ത ഭാഗം ഫിക്റ്റീഷ്യസ് അസറ്റായിട്ടാണ് കാണിക്കുന്നത്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അൺറിട്ടേൺ പോർഷൻ ഓഫ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ, അതുപോലുള്ളതാണ് ഫിക്റ്റീഷ്യസ് അസറ്റ്. കറണ്ട് അസറ്റ് ആകുമ്പോൾ ഒരു കുറഞ്ഞ പീരീഡിലേക്ക്, ഹെൽഡ് ഫോർ എ ഷോർട്ട് പീരീഡ്, അതാണ് കറണ്ട് അസറ്റ്സ് എന്ന് പറയുക. അതുപോലെ ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീർഘനാളത്തേക്ക് ഉപയോഗത്തിന് വേണ്ടി ആസ്തികൾ വാങ്ങി വെക്കുന്നതാണ്, അതാണ് ഫിക്സഡ് അസറ്റ്. പിന്നെ ലയബിലിറ്റീസ്, ഒബ്ലിഗേഷൻസ്, അത് ബോറോയിങ്സ്, ലോൺസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, അതായത് ആ സ്ഥാപനത്തിന് ബാധ്യതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ലയബിലിറ്റീസ് എന്ന് പറയുക. പിന്നെ ക്യാപിറ്റലിനെ പറ്റി നമ്മൾ പഠിച്ചു. ഒരു ബിസിനസിന്റെ ഉടമസ്ഥനുള്ള രണ്ട് അക്കൗണ്ടുകൾ, ക്യാപിറ്റൽ ആൻഡ് ബോറോയിങ്സ്. ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ മണി ഓർ മണീസ് വർത്ത്. ഇതിനെ നമ്മൾ ഓണേഴ്സ് ഇക്വിറ്റി എന്നും അല്ലെങ്കിൽ നെറ്റ് വർത്ത് എന്നും പേരുണ്ട്. ഓണേഴ്സ് ഇക്വിറ്റി അല്ലെങ്കിൽ നെറ്റ് വർത്ത് എന്ന് പറയും. ക്യാപിറ്റലിന്റെ മറ്റ് പേരുകളാണ്. ഇതെല്ലാം ക്യാപിറ്റൽ എന്നാണ്. ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓണേഴ്സ് ഇക്വിറ്റി, നെറ്റ് വർത്ത്. ഇനിയും വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ കറണ്ട് അസറ്റിൽ നിന്നും കറണ്ട് ലയബിലിറ്റി കുറയ്ക്കുന്നതാണ്, അത് വർക്കിംഗ് ക്യാപിറ്റൽ. ഇനി ഡ്രോയിങ്സ്, cash or goods withdrawn by the owner of the business for his personal use or private use or domestic use. ആ ബിസിനസിന്റെ ഉടമസ്ഥന്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ക്യാഷോ അല്ലെങ്കിൽ ഗുഡ്സോ അയാൾ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ, ബിസിനസ്സിൽ നിന്ന് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ഡ്രോയിങ്സ് എന്നുള്ള വാക്കുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ഡ്രോയിങ്സ് അത് പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഇൻവെന്ററി, ബിസിനസ്സിലെ സാധനങ്ങൾ, മിച്ചിരിക്കുന്ന സാധനങ്ങൾ, ഗുഡ്സ് വിച്ച് ആർ അൺസോൾഡ്, വിൽക്കാതെ ഇരിക്കുന്ന സാധനങ്ങളെയാണ് ഇൻവെന്ററി അല്ലെങ്കിൽ സ്റ്റോക്ക് എന്ന് പറയുക. നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക്, അത് അടുത്ത വർഷം നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ട് കണക്കാക്കുന്നു. ഡെറ്റർ, ക്രെഡിറ്റർ, രണ്ട് വാക്കുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡെറ്റർ ഈസ് എ പേഴ്സൺ ഹൂ ഓസ് സംതിങ്, എന്തെങ്കിലും ഒന്ന് കടപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കാൻ ബാധ്യപ്പെട്ടിരിക്കുന്ന ആളാണ് നമ്മൾ ഡെറ്റർ എന്ന് പറയുക. അതുപോലെ ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ടു ഹൂം സംതിങ് ഈസ് ഓഡ്, ആരോടാണോ നമ്മൾ കടം വാങ്ങിയിരിക്കുന്ന ആളെയാണ് നമ്മൾ ക്രെഡിറ്റർ എന്ന് പറയുക. അതുപോലെ അക്കൗണ്ടിങ് കൺസെപ്റ്റ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് അസംഷൻസിനെ പറ്റി പഠിച്ചു. അതായത് അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, മണി മെഷർമെന്റ് കൺസെപ്റ്റ്, അതുപോലെ ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ്,
ഇങ്ങനെ പലതരത്തിലുള്ള കൺസെപ്റ്റുകൾ, അതെല്ലാം വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്, അതെല്ലാം നോക്കിയിരിക്കണം. അക്കൗണ്ടിങ് ഇക്വേഷൻസ്, എ ഈസ് ഈക്വൽ ടു സി പ്ലസ് എൽ, അതായത് അസറ്റ്സ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു അസറ്റ്സ് മൈനസ് ലയബിലിറ്റി, ലയബിലിറ്റി ഈസ് ഈക്വൽ ടു അസറ്റ്സ് മൈനസ് ക്യാപിറ്റൽ എന്നുള്ള ഇക്വേഷൻസ് അക്കൗണ്ടിങ് ഇക്വേഷൻസ് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് ഇക്വേഷൻസ് എന്ന് പറയും. പിന്നെ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിങ്ങിലോട്ട് നമ്മൾ കടന്നു കഴിയുമ്പോൾ അക്കൗണ്ടുകളെ പറ്റി പഠിച്ചു. Accounts are broadly divided into three. Personal account, real account, nominal account. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു അക്കൗണ്ട്സ് ആർ ബ്രോഡ്ലി ഡിവൈഡ് ഇൻടു ടു എന്ന് പഠിച്ചിട്ടുണ്ട്. അതായത് പേഴ്സണൽ ആൻഡ് ഇംപേഴ്സണൽ. ഈ പേഴ്സണൽ അക്കൗണ്ട് തന്നെ മൂന്ന് തരമുണ്ട്. ഒന്ന് നാച്ചുറൽ പേഴ്സണൽ അക്കൗണ്ട്, ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ട്, റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ട് നാച്ചുറൽ, അതായത് ഒരു ആളുടെ പേരിലോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു വ്യക്തിയുടെ പേരിലുള്ള അക്കൗണ്ടുകളാണെങ്കിൽ അതിനെ നമ്മൾ നാച്ചുറൽ പേഴ്സണൽ അക്കൗണ്ട്. ആർട്ടിഫിഷ്യൽ പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിൻ്റെ, ഒരു ബിസിനസ്സിൻ്റെ ഒക്കെ പേരിലുള്ള അക്കൗണ്ടുകൾ ആർട്ടിഫിഷ്യൽ. റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ടിൽ പ്രത്യേകിച്ചൊരു ആളുടെ പേര് കാണത്തില്ല. നോട്ട് ഇൻ ദ നെയിം ഓഫ് പേഴ്സൺസ് ബട്ട് ആർ റെപ്രസെൻറ്റഡ് ആസ് പേഴ്സണൽ അക്കൗണ്ട്സ്. ഒരാളുടെ പേരില്ലെങ്കിലും അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് ഇപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് സാലറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പേരൊന്നുമില്ല, പക്ഷേ സാലറി എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിന് കൊടുക്കേണ്ടതാണ്. ഔട്ട്സ്റ്റാൻഡിങ് സാലറി ടു എംപ്ലോയീസ് ആണ്. എംപ്ലോയീസിന് അവിടെ പേര് സൂചിപ്പിക്കുന്നില്ലെങ്കിലും അതിനെ നമ്മളൊരു പ്രതിനിധാനം ചെയ്യുന്നതാണ് റെപ്രസെൻറ്റേറ്റീവ്. അതുപോലെ പ്രീപെയ്ഡ് എക്സ്പെൻസ്. പിന്നെ ഇംപേഴ്സണൽ അക്കൗണ്ട്സുകളെ നമ്മൾ തിരിച്ചിട്ടുണ്ട് രണ്ടായിട്ട്, റിയൽ ആൻഡ് നോമിനൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ടും നോമിനൽ, അല്ലെങ്കിൽ അതിന് വേറൊരു പേരുണ്ട് ഫിക്റ്റീഷ്യസ് അക്കൗണ്ട് എന്നും പറയും. ഇനി ഇത് ഇങ്ങനെയാണ് മൂന്ന് അക്കൗണ്ടുകൾ എന്ന് പറഞ്ഞത്, പേഴ്സണൽ, റിയൽ, നോമിനൽ. ഇതിൻ്റെ റൂൾസ് പ്രധാനമാണ്. അക്കൗണ്ടിങ് റൂൾസ്. പേഴ്സണൽ അക്കൗണ്ട് റൂള് ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗീവർ. റിയൽ അക്കൗണ്ട് റൂള് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. നോമിനൽ അക്കൗണ്ട് റൂള് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകം ആൻഡ് പ്രോഫിറ്റ്. ഇതാണ് അതിൻ്റെ റൂൾസ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത റെക്കോർഡിങ്ങിലോട്ട് വന്നു. അതായത് ജേണൽ എന്ന് പറയുന്നത്, ജേണൽ ഈസ് ദ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ഓർ ഫസ്റ്റ് എൻട്രി അല്ലെങ്കിൽ പ്രൈം എൻട്രി. അപ്പോൾ അത് ചോദിക്കാവുന്നതാണ്. ജേണൽ ഈസ് ദ ബുക്ക് ഓഫ് ഡാഷ് എൻട്രി, പ്രൈം എൻട്രി, ഫസ്റ്റ് എൻട്രി ഓർ ഒറിജിനൽ എൻട്രി, ഇങ്ങനെ ഏത് വേണേൽ ചോദിക്കാം. പിന്നെ ജേണലിനെ നമ്മൾ അതിനെ എൻട്രി ആകുമ്പോൾ, അതായത് ഇടപാടുകളെ ജേണലിലോട്ട് എടുത്തെഴുതുമ്പോൾ അത് ജേണൽ എൻട്രി ആവും, ജേണലിൻ്റെ. അപ്പോൾ ആ പ്രോസസ്സിനെ നമ്മൾ ജേണലൈസിങ് എന്ന് പറയും. ജേണലൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ട് ഓഫ് റെക്കോർഡിങ് ദ ട്രാൻസാക്ഷൻസ് ഇൻ ദ ജേണൽ. അത് തന്നെ കോമ്പൗണ്ട് ജേണൽ എൻട്രി ഉണ്ട്. കോമ്പൗണ്ട് ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ 2 or more transactions of same nature occurring on the same day. അപ്പോൾ അവിടെ ആ സെയിം എന്നുള്ളതാണ്. സെയിം നേച്ചർ ആയിരിക്കണം, ഒരേ സ്വഭാവത്തിലുള്ള ഇടപാടുകൾ സെയിം ഡേറ്റിൽ. അത് ഓർത്തിരിക്കേണ്ടത്. സെയിം നേച്ചർ ആൻഡ് സെയിം ഡേറ്റ്. ഒരേ സ്വഭാവത്തിലുള്ള ഇടപാടുകൾ, 2 or 3 ഇടപാടുകൾ ഒരേ ദിവസം തന്നെ വരികയാണെങ്കിൽ അതിനെ നമുക്ക് ഒരുമിച്ച് എഴുതാം. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റെന്റ് കൊടുത്തു, സാലറി കൊടുത്തു, ഒരേ ദിവസം തന്നെയാണ്. അപ്പം റെന്റ് അക്കൗണ്ട് ഡെറ്റർ, സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അപ്പോൾ ഇവിടെ 500 രൂപ, ഇവിടെ 1000 രൂപ എന്ന് വരും. അപ്പോൾ 1500 രൂപ.
റെന്റ് അക്കൗണ്ട് ലെറ്റർ 500, സാലറി അക്കൗണ്ട് ലെറ്റർ 1000 ടു ക്യാഷ് അക്കൗണ്ട് 1500. ഇത് കോമ്പൗണ്ട് ജേണൽ എൻട്രി എന്ന് പറയും. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഡെബിറ്റ് ആസ്പെക്ട് ഇവിടെ വന്നു. ഒരേ ദിവസമായിരിക്കണം, ഒരേ സ്വഭാവത്തിലുള്ളതായിരിക്കണം. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. ഇനി പിന്നെ പഠിച്ചത് ഡിസ്കൗണ്ടുകളെ പറ്റിയാണ്. രണ്ട് തരമുണ്ട്, ട്രേഡ് ഡിസ്കൗണ്ട് ആൻഡ് ക്യാഷ് ഡിസ്കൗണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട് കണക്ക് ബുക്കുകൾ രേഖപ്പെടുത്തുന്നതല്ല, ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. ഹോൾസെയിലർ ടു റീറ്റെയിലർ എന്ന് ഓർത്തിരിക്കുക. ട്രേഡ് ഡിസ്കൗണ്ട് അനുവദിക്കുന്ന ഹോൾസെയിലറാണ്, ആർക്ക് കൊടുക്കുന്നു? റീറ്റെയിലർക്ക്. അതിന് എൻട്രി ഇല്ല, ഇൻവോയ്സ് പ്രൈസിൽ നിന്ന് കുറച്ച് മാത്രമേ കാണിക്കത്തുള്ളൂ. അപ്പോൾ ട്രേഡ് ഡിസ്കൗണ്ട് ഹോൾസെയിലർ ടു റീറ്റെയിലർ, നോ എൻട്രി, നോ എൻട്രി, ജേണൽ എൻട്രി ഇല്ല. ഇനി അടുത്തത് ക്യാഷ് ഡിസ്കൗണ്ട്. ക്യാഷ് ഡിസ്കൗണ്ട് ആരാർക്ക് അനുവദിക്കുന്നു? അത് ക്രെഡിറ്റർ ടു ദ ഡെറ്റർ ഫോർ പ്രോംപ്റ്റ് പേയ്മെന്റ്. പ്രോംപ്റ്റ് പേയ്മെന്റ്, യഥാസമയത്ത് പൈസ ഇടപാടുകൾ തീർക്കുന്നതിന് വേണ്ടി തരാനുള്ള ആൾക്ക് അനുവദിച്ചു കൊടുക്കുന്നതാണ്. ഇവിടെ എന്തിനു വേണ്ടിയാണെന്നും കൂടെ വേണേൽ ഓർത്തിരിക്കുക. ഇത് ബൾക്ക് പർച്ചേസ്, കൂടുതൽ സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ഹോൾസെയിലർ റീറ്റെയിലർക്ക് അനുവദിച്ചു കൊടുക്കുന്നതാണ് ട്രേഡ് ഡിസ്കൗണ്ട്. ക്യാഷ് ഡിസ്കൗണ്ട് ഈസ് ആൻ അലവൻസ് അലൗഡ് ബൈ ദ ക്രെഡിറ്റർ ടു ദ ഡെറ്റർ ഫോർ എൻകറേജിങ് പ്രോംപ്റ്റ് പേയ്മെന്റ്. ഇനി ക്യാഷ് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് പണം കിട്ടുമ്പോൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നു. വെൻ ക്യാഷ് റിസീവ്ഡ് ഡിസ്കൗണ്ട് ഈസ് അലൗഡ്. വെൻ ക്യാഷ് റിസീവ്ഡ് ഡിസ്കൗണ്ട് അലൗഡ്. അതുപോലെ വെൻ ക്യാഷ് പെയ്ഡ് ക്യാഷ് കൊടുക്കുമ്പോൾ ഡിസ്കൗണ്ട് റിസീവ്ഡ്. ക്യാഷ് റിസീവ്ഡ് ഡിസ്കൗണ്ട് അലൗഡ്, ക്യാഷ് പെയ്ഡ് ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് ഓർത്തിരിക്കുക. ക്യാഷ് കിട്ടുമ്പോൾ ഡിസ്കൗണ്ട് നമ്മൾ അനുവദിച്ചു കൊടുക്കുന്നു, അതുപോലെ ക്യാഷ് കൊടുക്കുമ്പോൾ ഡിസ്കൗണ്ട് കിട്ടുന്നു. ഇനി ബാങ്കിങ് ട്രാൻസാക്ഷൻസ് അത് കഴിഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ബാങ്കിലോട്ട് പണം ഇടുമ്പോഴും എടുക്കുമ്പോഴും ഒക്കെ ഉള്ള എൻട്രികൾ, നേരിട്ട് കസ്റ്റമർ ബാങ്കിൽ പണം അടയ്ക്കുമ്പോഴുള്ള എൻട്രികൾ, അങ്ങനെയുള്ള എൻട്രികൾ ഓർക്കുക. അത് കഴിഞ്ഞ് ലെഡ്ജറാണ്. ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ബുക്ക് ഓഫ് സെക്കൻഡറി എൻട്രി അല്ലെങ്കിൽ ഫൈനൽ എൻട്രി എന്ന് പറയും. കിങ് ഓഫ് ബുക്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെഡ്ജറാണ്. ഇനി ജേർണലൈസിങ് നമ്മൾ കണ്ടു. പ്രോസസ് ഓഫ് എൻ്ററിങ് എ ട്രാൻസാക്ഷൻ ഇൻ ദ ജേർണൽ, അതിനാണ് നമ്മൾ ജേർണലൈസിങ് എന്ന് പറയുക. അല്ലെങ്കിൽ ആർട്ട് ഓഫ് റെക്കോർഡിങ് എ ട്രാൻസാക്ഷൻ ഇൻ ദ ജേർണൽ ഈസ് ജേർണലൈസിങ്. അതുപോലെ ആർട്ട് ഓഫ് റെക്കോർഡിങ് ദ എൻട്രീസ് ഇൻ ദ ലെഡ്ജർ അക്കൗണ്ട്സ് ഈസ് കോൾഡ് പോസ്റ്റിംഗ്. അതും ചോദിക്കാവുന്നതാണ്, പോസ്റ്റിംഗ്. അപ്പം ജേർണലൈസ് പോലെ പോസ്റ്റിംഗ് എന്താണെന്ന് വേണേൽ ചോദിക്കാം. പോസ്റ്റിംഗ് ഇസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിങ് എൻട്രീസ് ഇൻ ലെഡ്ജർ അക്കൗണ്ട്സ്. ഇനിയും ബാലൻസിങ് എന്താണ്? ബാലൻസിങ് ദ അക്കൗണ്ട്, അല്ലെങ്കിൽ അതിനെ സ്ട്രൈക്കിംഗ് ദ ബാലൻസ് എന്ന് പറയും. ബാലൻസിങ് ദ അക്കൗണ്ട് ഓർ സ്ട്രൈക്കിംഗ് ദ ബാലൻസ് എന്ന് പറഞ്ഞാൽ ആർട്ട് ഓഫ് ബാലൻസിങ് ആൻ അക്കൗണ്ട് അറ്റ് എ പർട്ടിക്കുലർ ഡേറ്റ്. ഒരു പ്രത്യേക ദിവസം ആ അക്കൗണ്ടുകളെ ബാലൻസ് ചെയ്യുന്നു. ഡെബിറ്റും ക്രെഡിറ്റും ഏത് സൈഡാണോ കൂടുതലും നോക്കിയിട്ട് നമ്മൾ ആ കുറവുള്ള സൈഡിൽ ബാലൻസ് ചെയ്ത് ക്യാരി ഡൗൺ ചെയ്ത് പുറത്തോട്ട് നമ്മൾ ബ്രോഡ് ഡൗൺ ചെയ്യുന്നതാണ് ബാലൻസിങ്, അല്ലെങ്കിൽ സ്ട്രൈക്ക് ദ ബാലൻസ് എന്ന് പറയുക. പിന്നെ ഒരു കാര്യം കൂടെ ആ ബാലൻസിങ്ങിന്റെ കൂടെ ഓർത്തിരിക്കണം, നോമിനൽ അക്കൗണ്ട്സ് ആർ നോട്ട് ബാലൻസ്ഡ്. പിന്നെ എന്താ ചെയ്യുക? നോമിനൽ അക്കൗണ്ട്സ് ആർ ടോട്ടൽഡ്. നോമിനൽ അക്കൗണ്ടുകളെ ബാലൻസ് ചെയ്യത്തില്ല, അതെപ്പോഴും കൂട്ടുകയാണ് ചെയ്യുക. പേഴ്സണൽ അക്കൗണ്ടുകളും റിയൽ അക്കൗണ്ടുകളും ബാലൻസ് ചെയ്യത്തുള്ളൂ. ബാലൻസ് ചെയ്ത് അത് അടുത്ത വർഷത്തേക്ക് കാരി ഓവർ ചെയ്യും. നോമിനൽ അക്കൗണ്ടുകൾ അതാത് വർഷം ടോട്ടൽ ചെയ്ത് ലാഭനഷ്ട കണക്കിലോട്ട് പോവുകയാണ് ചെയ്യുക. പിന്നെ ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ടു ടെസ്റ്റ് ദ അരിത്തമെറ്റിക്കൽ അക്യുറസി ഓഫ് ബുക്സ്. അങ്ങനെ ജേണൽ ലെഡ്ജറൊക്കെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ട്രയൽ ബാലൻസ് തയ്യാറാക്കും. എന്തിനാണെന്ന് വെച്ചാൽ ഈ ശിഷ്ട സൂചി അല്ലെ ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നത്
ഇതുവരെ നമ്മൾ എഴുതിയിരിക്കുന്ന കണക്കുകളിൽ നിന്ന് തെറ്റുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. അപ്പോൾ ആ ട്രയൽ ബാലൻസ് പരിശോധിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വശം വ്യത്യാസപ്പെടരുത്. കാരണം ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് നമ്മളനുസരിച്ച് ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും ഒരുപോലെ ടാലി ചെയ്യണം എന്നാണ് രണ്ടു വശവും. ഇനി ഏതെങ്കിലും ഒരു വശം വ്യത്യാസമുണ്ട്, നമ്മൾ ആ വ്യത്യാസം താൽക്കാലികമായിട്ട് അവിടെ നമ്മൾ രേഖപ്പെടുത്തിക്കൊണ്ട് പിന്നീട് അതിനെ റെക്ടിഫൈ ചെയ്യുകയാണെങ്കിൽ സസ്പെൻസ് അക്കൗണ്ട് നമ്മളവിടെ കൊടുക്കും. അപ്പോൾ സസ്പെൻസ് അക്കൗണ്ട് എന്നാണ് ടെമ്പററി അക്കൗണ്ട്. സസ്പെൻസ് അക്കൗണ്ട് ഈസ് എ ടെമ്പററി അക്കൗണ്ട് ഓപ്പൺഡ് ടു മേക്ക് ദ ട്രയൽ ബാലൻസ് എഗ്രി. ട്രയൽ ബാലൻസ് എഗ്രി ചെയ്യിക്കുന്നതിന് വേണ്ടി അല്ലെ ടാലി ചെയ്യിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്ന ഒരു ടെമ്പററി അക്കൗണ്ടാണ് സസ്പെൻസ് അക്കൗണ്ട്. സബ് ഡിവിഷൻ ഓഫ് ജേണൽ നമ്മൾ പഠിച്ചു. സബ് ഡിവിഷൻ ഓഫ് ജേണലിനകത്ത് 8 തരം ബുക്കുകൾ പഠിച്ചിട്ടുണ്ട്. പർച്ചേസ് ബുക്ക് ഫോർ റെക്കോർഡിംഗ് ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ്. പിന്നെ പർച്ചേസ് റിട്ടേൺസ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് റിട്ടേൺഡ് ബൈ കസ്റ്റമർ ടു ദ സെല്ലർ. തിരിച്ച് വാങ്ങിയ ആള് തിരിച്ച് വിറ്റയാൾക്ക് കൊടുക്കുന്ന സാധനങ്ങളെ പറ്റി രേഖപ്പെടുത്തുന്നതാണ് പർച്ചേസ് റിട്ടേൺസ് ബുക്കിൽ. പർച്ചേസ് റിട്ടേൺസ് ബുക്ക് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു കാര്യം കൂടെ ഓർത്തു പോകണമെന്ന് പറഞ്ഞു. ഡെബിറ്റ് നോട്ട് നമ്പർ പർച്ചേസ് റിട്ടേൺസ് ബുക്കിലാണ് എഴുതുക. ഡെബിറ്റ് നോട്ട് തയ്യാറാക്കുന്ന ബയറാണ്, വാങ്ങുന്നയാള് തയ്യാറാക്കി സെല്ലർക്ക് അയക്കുന്നതാണ്. അതുപോലെ സെയിൽസ് ബുക്ക് എന്ന് പറയുന്നത് ക്രെഡിറ്റ് സെയിൽ ഓഫ് ഗുഡ്സ് ആണ്. പിന്നെ സെയിൽസ് റിട്ടേൺസ് ബുക്ക് എന്ന് പറയുന്നത് ഗുഡ്സ് റിട്ടേൺഡ് ബൈ കസ്റ്റമർ ടു സെല്ലർ. അത് ക്രെഡിറ്റ് നോട്ടിനെ പറ്റി അന്നേരം അവിടെ നമ്മൾ നോക്കണം. ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നത് സെല്ലർ തയ്യാറാക്കി ബയർക്ക് അയക്കുന്നതാണ്. അതുപോലെ ബിൽസ് റിസീവബിൾ ബുക്ക്, ബിൽസ് പേയബിൾ ബുക്ക്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ബുക്ക് ക്യാഷ് ബുക്ക്. ഓൾ ക്യാഷ് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ ദ ക്യാഷ് ബുക്ക്. പിന്നെ 8ാമത്തെ ബുക്ക് ജേണൽ പ്രോപ്പർ ആണ്. ജേണൽ പ്രോപ്പർ റെക്കോർഡിംഗ് ഓൾ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് അസറ്റ്സ്. ആസ്തികൾ കടമായിട്ട് വാങ്ങുന്ന മാത്രം രേഖപ്പെടുത്തുന്നു. അതുപോലെ ഓപ്പണിംഗ് എൻട്രി, ക്ലോസിംഗ് എൻട്രി, റെക്ടിഫിക്കേഷൻ എൻട്രി, അഡ്ജസ്റ്റിംഗ് എൻട്രി, ട്രാൻസ്ഫറിംഗ് എൻട്രി, അങ്ങനെ വിവിധ തരത്തിലുള്ള എൻട്രികൾ രേഖപ്പെടുത്താനും ജേണൽ പ്രോപ്പർ ഉപയോഗിക്കുന്നു. പിന്നെ ക്യാഷ് ബുക്ക് തന്നെ സിമ്പിൾ ക്യാഷ് ബുക്ക് ഉണ്ട്, ഡബിൾ കോളം ക്യാഷ് ബുക്ക് ഉണ്ട്, 3 കോളം ക്യാഷ് ബുക്ക് ഉണ്ട്. കോൺട്രാ എൻട്രികൾ 3 കോളം ക്യാഷ് ബുക്കിലാണ് വരിക. എന്താണ് കോൺട്രാ എൻട്രി? വെൻ എ ട്രാൻസാക്ഷൻ ഈസ് എൻറ്റേർഡ് ഇൻ ദ ബുക്സ് ബോത്ത് സൈഡ്സ് ഓഫ് ക്യാഷ് ബുക്ക്. ഒരു ക്യാഷ് ബുക്കിന്റെ 2 സൈഡിലും ഇടപാടുകൾ രേഖപ്പെടുത്തുന്നതാണ് കോൺട്രാ എൻട്രി എന്ന് പറയുക. പിന്നെ നമ്മൾ എറേഴ്സിനെ പറ്റി പഠിച്ചു, അവസാനം പഠിച്ചു. എറേഴ്സുകൾ ഏതെല്ലാം തരത്തിലുണ്ട്, അതെങ്ങനെ നമ്മൾ റെക്ടിഫിക്കേഷൻ നടത്താം എന്നുള്ള കാര്യങ്ങളാണ് അവസാനം നമ്മൾ പഠിച്ചു നിർത്തിയത്. അപ്പം ഇങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത ഭാഗത്തിലേക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കിടക്കാം. എല്ലാവർക്കും നന്ദി.